മഹാനായിട്ടുള്ള പൊന്മുള ഉസ്താദിൻ്റെ പേരാണ് എഴുതിയുള്ളത്. അപ്പോൾ ഉസ്താദ് വന്നോ പോയെന്ന് അറിയില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഹർമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ മക്ബറയിൽ ഇവിടെ ഇതിൻ്റെ ചരിത്രമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അറബി തങ്ങൾ അവരുടെ ഈ മഹാൻ അവരുടെ കേരളത്തിലേക്കുള്ള അവരുടെ രംഗപ്രവേശനം, അതുപോലെ തന്നെ അവർ ഇവിടെ മാതൃകയാക്കിയിട്ടുള്ള കാര്യങ്ങളും ജനങ്ങളുമായിട്ടും സാധാരണക്കാരുമായിട്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ, ദീനി ദഅവ പ്രവർത്തനങ്ങൾ, അങ്ങനെ ആത്മീയമായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അനേകം നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാരെല്ലാവരും തങ്ങളുമായിട്ട് മഹാനവറുകളുമായിട്ട് വരികയും ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ ചരിത്രവും നമുക്ക് അറിയുന്നതാണ്. അപ്പം സാദാത്യങ്ങൾ അറബി രാജ്യത്ത് നിന്ന്, വിദേശത്ത് നിന്ന്, ഹളർമൗത്തിൽ നിന്ന്, യമനിൽ നിന്ന് വന്ന അനേകം സാദാത്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. പല ഗോത്രങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള, മലബാറിലാണ് അതിൻ്റെ കൂടുതൽ ചരിത്രങ്ങളുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ അവർക്കൊക്കെ ഒരേ ലക്ഷ്യം മാത്രമുള്ളായിരുന്നു, ദഅവ പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെ അപ്പോൾ അവർ നമ്മളുടെ കേരളത്തിൽ വന്ന് അവർ ജീവിച്ച് ആ മാതൃകയായി, അതുപോലെ അവരുടെ ആ ചിന്തയും, അതുപോലെ തന്നെ അവരെ പോലെ തന്നെ അവരുടെ ഹൃദയം, അതുപോലെ തന്നെ അവരുടെ മനസ്സ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഈ ഒരു നാടിനെ ആക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അതിൻ്റെ പ്രത്യേകത ഒക്കെ നമുക്കറിയാം. അപ്പോൾ അവർ ഇവിടെ വന്നു ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കി. അതുപോലെ തന്നെ നമുക്കറിയാം അവർ കച്ചവടം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ഗുണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, ഇസ്ലാം മതം കേരളത്തിൽ വരികയും, രണ്ട്, കച്ചവടക്കാർ അല്ലെങ്കിൽ കച്ചവടം അതിവിടെ പഠിക്കുവാനും അത് ഇന്നും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതും നടത്തി മുന്നോട്ട് പോകുന്നതും. പലപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം അവർ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് സ്വത്തായിട്ടോ അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളായിട്ടോ ഒന്നുമല്ല, കുറേ സ്ഥാപനങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറേ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ വലിയ വലിയ ഏക്കറക്കണക്കിന് സ്ഥലങ്ങൾ നമുക്ക് അവർ തന്ന ആ ഒരു രീതിയല്ല. അപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ വലിയ രാജാക്കന്മാരാവട്ടെ, മുഗൾ രാജാക്കന്മാരാവട്ടെ, അവരുടെയൊക്കെ ശേഷിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ട്. അങ്ങനെ പാരമ്പര്യമായിട്ട് കൊടുക്കുകയും അവിടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത്. പക്ഷെ നമുക്ക് അവർ തന്നത് ഇൽമാണ്. ആ അറിവ് അവർ നമുക്ക് തന്നു. അതുപോലെ തന്നെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ മാതൃകയിൽ അതേ ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ അവർ ജീവിച്ച് കാണിച്ചു തന്നു. അതൊക്കെ നമ്മൾ മാതൃകയാക്കി, ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്താതെ. നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ കച്ചവടത്തെയാണ് നമ്മൾ അവരിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നമ്മളിപ്പോഴും സ്ഥിരമാക്കിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് കേരളത്തിൻ്റെ പുറത്തേക്ക് ആണെങ്കിലും ഒക്കെ നമ്മുടെ സഹോദരന്മാർ പോകുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കച്ചവടത്തിനായിട്ട് അനേക ആളുകൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവിടെ അവരാദ്യം നോക്കുന്നത് ഒരു സുന്നി പള്ളി. ആ പള്ളി ഏകദേശം ചെറിയൊരു സൗകര്യത്തോട് കൂടിയിട്ടുള്ളൊരു ചെറിയൊരു പള്ളിയായിരിക്കും. പിന്നെ അതിനുശേഷം അവിടെ ഒരു മദ്രസ, അത് നിർബന്ധമായിട്ടും അവിടെ തുടങ്ങുകയും
നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ സഹോദരന്മാരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും കുടുംബക്കാരൊക്കെ കൊണ്ടുപോയി അങ്ങനെ സെറ്റിലായി. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെവിടെ പോകുമ്പോഴും നമുക്ക് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലഭ്യമായത് ഇങ്ങനെയൊരു വലിയ വഴിയിലൂടെയാണ്. അത് നമ്മളിപ്പോഴും നിലനിർത്തുന്നുണ്ട്. നമ്മുടെ കാശ്മീരിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലാവട്ടെ, അവിടെയൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സുന്നി പള്ളികളും മദ്രസകളും ഉസ്താദുമാരും ഒക്കെ നമുക്ക് അവിടെയൊക്കെ ലഭ്യമാക്കി കൊടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ നമുക്ക് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാവുന്ന മഹാന്മാർ ഇവിടെ എങ്ങനെയാണോ മാതൃകയായത് അതെല്ലാം നമ്മൾ ചരിത്രമായിട്ട് പഠിച്ചുകൊണ്ടും അതുപോലെ തന്നെ അത് കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ നമ്മൾ അവരെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും സുന്നത്ത് ജമാഅത്ത് നമ്മുടെ ആദർശം നമ്മൾ നഷ്ടപ്പെടുത്താതെ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ട്. അത് സാധ്യമാക്കി തരുമാറാകട്ടെ. അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കി തരട്ടെ. ആമീൻ. അതുപോലെ തന്നെ മഹാനവറുകളുടെ ഇവിടെ വന്നിട്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത അതൊക്കെ ചരിത്രം 11 യാസീൻ ഓതിക്കൊണ്ട് അനേക ആളുകൾ ഇവിടെ വരുന്നു, യാസീൻ ഓതുന്നു. ആ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരെ അസുഖങ്ങൾ മാറുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുറേ ആത്മീയമായിട്ടും അതുപോലെ തന്നെ ആ ഒരു ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും അതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ മഹാനവറുകളുടെ അടുത്തേക്ക് നമ്മളെല്ലാവരും വരുമ്പോൾ ദുആ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ സഹായിക്കുവാനും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറുവാനൊക്കെയുള്ള വിശാലമായിട്ടുള്ള ചിന്ത അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ മാനവികമായിട്ടുള്ള രീതിയും അതുപോലെ തന്നെ അധർമ്മത്തിനെതിരെ പോരാടുവാനും അതുപോലെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഇങ്ങനെയൊക്കെ എല്ലാത്തിനും അവരെല്ലാവരും നേതൃത്വം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടെപ്പോഴും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഈ പള്ളീൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ പുനർനിർമ്മാണം നടന്നു. അതുപോലെ തന്നെ ഇവിടെ ദർസിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇഫ്ലു കോളേജ് അത് തുടക്കം കുറിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളാവട്ടെ നമ്മുടെ സഹോദരന്മാരാവട്ടെ സഹോദരിമാരാവട്ടെ ഒക്കെ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കുക എന്നല്ല. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഒരുപോലെ ബാലൻസ് ചെയ്ത് അള്ളാഹുവിലേക്ക് എത്തുവാനുള്ള ആ മാർഗത്തിലൂടെ നബി തങ്ങളുടെ ആ ചര്യ പിൻപറ്റിക്കൊണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കരസ്ഥമാക്കുവാനുള്ള ആ മാർഗങ്ങളും വഴിയും നോക്കിയിട്ട് തന്നെ നമ്മുടെ സഹോദരന്മാരൊക്കെ അപ്പോൾ മക്കളെ ആത്മീയമായിട്ട് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഉയരുവാനും അതിൻ്റെ കൂടെ ഭൗതികമായിട്ടും ലഭിക്കുവാനും അത് രണ്ടും ഒരുമിച്ച് കൊടുക്കുവാനൊക്കെയുള്ള അവരാഗ്രഹിക്കുന്നത് പോലെ തന്നെ അതൊക്കെ ലഭ്യമാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്ന ഉലമ ഉമറ ബന്ധം അതുതന്നെയാണ് നമ്മുടെ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഇവിടെ അനേകം ആളുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉറൂസുമായി ബന്ധപ്പെട്ടിട്ട് നേർച്ച ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധ്യമാക്കി കൊടുക്കുമാറാകട്ടെ. അനേകം സഹോദരന്മാർ രോഗികളായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സാധ്യമാക്കി കൊടുക്കുമാറാകട്ടെ, വിജയിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം വളരെ ഈ ചെറുപ്രായത്തിൽ തന്നെ പല അസുഖങ്ങൾ, സ്ട്രോക്ക്, അതുപോലെ തന്നെ ഷുഗർ പോലെയുള്ള ഹൃദ്രോഗം തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ കാണുന്നതാണ്.
പെട്ടെന്നുള്ള മരണങ്ങൾ കാര്യങ്ങളൊക്കെ അള്ളാഹു അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈമാൻ ലഭ്യമാക്കി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ഉംറ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നമുക്കും നാഫിയായി ഇൽമ് ലഭ്യമാക്കാൻ സാധിക്കുമാറാകട്ടെ. സോലിഹായ സന്താനങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമയും നമ്മുടെ സ്നേഹവും അതുപോലെ തന്നെ വിട്ടുവീഴ്ചകളും ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ ഒരു ജീവിത പ്രക്രിയ അത് നല്ല രീതിയിൽ നമുക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുമാറാകട്ടെ. കുടുംബങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകട്ടെ. അനേകം മദ്രസകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നുണ്ട്, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ എല്ലാ നിലക്കും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലുകളിൽ അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കുവാനും അതൊക്കെ ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ നമുക്ക് ഇബാദത്ത് എടുക്കാനൊക്കെയുള്ള ആരോഗ്യവും ചിന്തയും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. തങ്ങളുടെ നേതൃത്വത്തിൽ 3-4 ദിവസമായിട്ട് ഇവിടെ മൗലൂദ് പാരായണം അതിന് തുടങ്ങിയിട്ടുള്ള ഓരോ മജ്ലിസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട് എല്ലാ നിലക്കും സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ടാൻ സാധിക്കുമാറാകട്ടെ. അനേകം രാജ്യങ്ങളിൽ നമുക്കറിയാം, ഇറാന്, ഫലസ്തീന് തുടങ്ങിയിട്ടുള്ള അനേകം രാജ്യങ്ങളിൽ നമ്മുടെയൊക്കെ സഹോദരന്മാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. വളരെ നല്ല ഒരു സദസ്സാണ്, ഒരു ആത്മീയ സദസ്സാണ്. നമുക്കറിയാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അതിനൊക്കെ ഉത്തരം ലഭിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായിട്ടുള്ള പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം അള്ളാഹുവിൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.